നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ്, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തത വരാനുള്ളതായിട്ട് കാണുന്നു. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ആള് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും വിശ്വാസ്യത വരുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മേ ബി നിങ്ങളൊരു വ്യക്തത വരാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. അത്തരം ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്ത് നിങ്ങൾ നല്ല കോണ്ടാക്റ്റിൽ ഇരിക്കുകയും ചെയ്യും. അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് ഒരു ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വരികയോ ലോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരികയോ ചെയ്തിട്ട് നിങ്ങൾ പിണങ്ങുന്നു. അങ്ങനെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്കുള്ള നിങ്ങളുടെ ഈ ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ശക്തമായ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു സത്യം, അത് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സത്യത്തെ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ വീണ്ടും കാണുന്നത്. ആ ഒരു ട്രൂത്താണ് നിങ്ങളുടെ മുന്നിൽ തെളിയാൻ പോകുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് സാധ്യതയുള്ളതായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഡിവൈൻ ടൈമിങ്ങിൽ അത് നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് എന്ത് സത്യമാണോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പിൽ എന്ത് പ്രോഗ്രസ് ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു കാര്യം ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഒരു മേജർ ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. മേ ബി വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ ചിലപ്പോൾ അത് മാറാം. ഇപ്പോൾ പരസ്പരം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ അത് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഫൈനൽ കാർഡും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ട്രസ്റ്റിന്റെ ഒരു കാർഡാണ്. അത് ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്നാണ് ഇവിടെ ഫൈനൽ കാർഡും സൂചിപ്പിക്കുന്നത്. എനർജി സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെയുള്ള ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷന് ഒരു ചേഞ്ച് ആണ്. അതായത് ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരും എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂടുതൽ പേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. എന്നാൽ ചില ആൾക്കാർ ഈ സിറ്റുവേഷൻ തന്നെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളിൽ പലരും ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ലൈഫ് ഫോഴ്സ് എനർജി ഗാർഡിയൻ ആയിട്ടുള്ള തേർഡ് ചക്ര ആർക്കേഞ്ചൽ ഷാമുവൽ ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നൊരു ഏഞ്ചൽ. അപ്പോൾ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ എന്ത് തന്നെയായിരുന്നാലും അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ള ഏഞ്ചൽസിൻ്റെ മെസ്സേജ്. നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഒരുപാടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ പലരും ഈ ഒരു സമയത്ത് സ്പിരിച്വലി അവൈക്കൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്
ഇവിടെ കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരാനായിട്ട് പോകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ആ വ്യക്തിയോട് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതെല്ലാം മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ട്രാൻസ്ഫോർമേഷൻ കാർഡ്, അതായത് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറണമെന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മേ ബി കൂടുതൽ പേർക്കും സ്പിരിച്വലി ഉള്ളൊരു ചേഞ്ച് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സ്പിരിച്വൽ അവേക്കനിങ് ആണ്. കൂടുതൽ പേരും അവരുടെ മൈൻഡ് വളരെയധികം ഭയങ്കരമായ രീതിയിൽ മൈൻഡ് സ്റ്റക്കാണ്. വളരെ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയി. പക്ഷെ ഇപ്പോൾ അതിനൊരു ചേഞ്ച് വന്നു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ക്ലട്ടേഴ്സ് ഉണ്ട്. ഒരുപാട് മനസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആക്കേണ്ട ഒരു സമയമാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ കൂടുതൽ പേർക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നൊരു ട്രോമ സ്റ്റേറ്റ് ആണ്. ആ ഒരു ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കടന്നു പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അത് വഴി നിങ്ങൾക്കൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു രീതി എന്ത് തന്നെയാണെങ്കിലും അത് വളരെ റൈറ്റ് ആണ്. അതായത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് പാത്താണ് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ കരുതി വെച്ചിരിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇവിടെ കാണുന്നത്. യെസ്, ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് പാത്തിൽ വരാൻ പോണത്. നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു സമയത്തെല്ലാം കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ആകെ ഒരു പുകമറയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം മാറി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി വരുന്നതായിട്ടാണ് നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നത്.